ഹരി ഓം. ഓം ശ്രീ മഹാഗണപതയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്തോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് 86-ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. മൃഷാ കൃത്വാ ഗോത്രസ്ഖലനമധവൈലക്ഷ്യ നമിതം ലലാടേ ഭർത്താരം ചരണകമലേ താടയതി തേ ചിരാദന്തശല്യം ദഹനകൃതമുന്മീലിതവതാ തുലാകോടിക്വാണൈ കിലികിലിതമീശാനരിപുണ. ഹരി ഓം. കഴിഞ്ഞ 85-ാമത്തെ ശ്ലോകത്തിൽ അല്ലയോ മഹാത്രിപുരസുന്ദരി, കണ്ണുകൾക്ക് അതിമനോഹരങ്ങളും അതിശോഭായമാനമായ ചെമ്പഞ്ഞിച്ചാറോട് കൂടിയവയുമായ അവിടുത്തെ ഈ 2 പാദങ്ങൾക്കായി ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ പാദങ്ങൾ കൊണ്ടുള്ള ചവിട്ടേൽക്കുന്നതിനായി ആഗ്രഹിക്കുന്ന പൂങ്കാവനത്തിലുള്ള അശോക വൃക്ഷത്തെക്കുറിച്ച് പരമേശ്വരൻ ഏറ്റവും അസൂയപ്പെടുന്നു. പ്രണയകലഹത്തിൽ തനിക്ക് അനുഗ്രഹമായ അവിടുത്തെ പാദാഹരിയെ തനിക്ക് പുഷ്പിക്കുന്നതിനായി ആഗ്രഹിക്കുന്ന അശോകത്തോട് ഇതിനെ താൻ മാത്രം അനുഭവിക്കേണ്ടതായിരിക്കെ ഈ അചേതനമായ വൃക്ഷം ആഗ്രഹിക്കുന്നുവല്ലോ എന്ന് പരമേശ്വരൻ കോപിക്കുന്നു എന്നു സാരം. സുന്ദരീരത്നങ്ങൾ തങ്ങളുടെ പാദങ്ങളാൽ ചവിട്ടിയാൽ മാത്രമേ അശോകം പുഷ്പിക്കുകയുള്ളൂ എന്നാണ് സങ്കല്പം. ഇവിടെ ആ ദേവിയുടെ പാദമഹിമ എത്രയാണെന്ന് അതിശയോക്തി അലങ്കാരത്തോടു കൂടി വർണ്ണിച്ചിരിക്കുന്നു. ശ്ലോകം 86. മൃഷാകൃത്വാ ഗോത്രസ്ഖലനമധവൈലക്ഷ്യ നമിതം ലലാടേ ഭർത്താരം ചരണകമലേ താടയതി തേ ചിരാത് അന്തശല്യം ദഹനകൃതമുന്മീലിതവതാ തുലാകോടിക്വാണൈഹി കിലികിലിതം ഈശാന രിപുണ. 86-ാം ശ്ലോകത്തിലും തുടർന്ന് ഉള്ള ഇനി വരുന്ന 5 ശ്ലോകങ്ങളും ദേവിയുടെ ആ പാദമഹിമയെ തന്നെ വർണ്ണിക്കുകയാണ്. സർവജ്ഞനായ ആചാര്യ ഭഗവത്പാദർ തൻ്റെ ഭാവനയിൽ കാണുകയാണ്. ദേവിയുടെ പാദസ്പർശത്തിനു വേണ്ടി ഭഗവാൻ ആ കാലിൽ ലജ്ജയോടുകൂടി വീഴുന്നത്. ഇവിടെ ശയനഗൃഹത്തിൽ ഭർത്താവിന് ശൃംഗാരചേഷ്ടകളിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ അത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആഗ്രഹിക്കുന്നതിനെ കൊടുക്കുന്നതാണ് പാതിവ്രത്യ ധർമ്മം. അതിൽ അധാർമികയൊന്നുമില്ല. ഇവിടെയും അത്തരമൊരു ചേഷ്ട ആ പാദമഹിമയെ വർണ്ണിക്കാനായിട്ട് ആചാര്യ ഭഗവത്പാദർ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നു. നോക്കാം. മൃഷാകൃത്വ ഗോത്രസ്ഖലനമഥ വൈലക്ഷ്യ നമിതം ലലാടേ ഭർത്താരം ചരണകമലേ താടയതി തേ. മൃഷാകൃത്വ, ഇവിടെ മഹാദേവൻ ദേവിയെ രഹസ്യമായി പേര് വിളിക്കുന്നത് പാർവതി, ഹൈമവതി, ഉമേ, അല്ലെങ്കിൽ ഭവാനി, രുദ്രാണി, മൃഡാനി എന്നൊക്കെയാണ്. ഇവിടെ അദ്ദേഹം മൃഷാകൃത്വ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് വ്യാജേന എന്നാണ്. വ്യാജേന ചെയ്തിട്ട്, ഗോത്രസ്ഖലനം എന്ന് വെച്ചാൽ കുലത്തെ മാറ്റി പറയുക, പേരു മാറ്റി വിളിക്കുക. പെട്ടെന്ന് അന്യനാരീ നാമം പറഞ്ഞിട്ട്, അതായത് ഇവിടെ ഗംഗ അല്ലെങ്കിൽ ജാഹ്നവി, ഭാഗീരഥി, മന്ദാകിനി
അങ്ങനെ വിളിച്ചാൽ ദേവിക്ക് കോപം വരുവാനായിക്കൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. ഗംഗയെ ജടയിൽ മഹാദേവൻ വഹിക്കുന്നു. അപ്പോൾ സപത്നി ഭാവമാണ് ഗംഗയ്ക്ക്. അപ്പോൾ ഓർമ്മയില്ലാതെ പെട്ടെന്ന് തൻ്റെ സവിധത്തിൽ വെച്ച് തന്നെക്കാൾ പ്രിയം എന്ന് തോന്നിപ്പിക്കുന്ന പോലെ ആ ഗംഗെ അല്ലെങ്കിൽ ജാഹ്നവി എന്നൊക്കെ വേറെ അന്യനാമം വിളിക്കുമ്പോൾ ഏതു ഭാര്യമാർക്കും അതിന് ദേഷ്യം ഉണ്ടാകും. അതുകൊണ്ടിവിടെ മൃഷാകൃത്വ ദേവിയുടെ പേര് മാറ്റി വിളിച്ചിട്ട് വൈലക്ഷ്യനമിതം. വൈലക്ഷ്യനമിതം എന്നാൽ ലജ്ജ കൊണ്ട്, ലജ്ജിച്ച് തലകുനിച്ച്, അങ്ങനെ ആ ഒരു അബദ്ധം പിടഞ്ഞ പോലെ ഭഗവാൻ മഹാദേവൻ ഭഗവതിയുടെ താഴെ ചാരത്ത് ചെന്ന് ലജ്ജ കൊണ്ട് കുനിഞ്ഞ് ഇരിക്കുന്നു. അതാണ് വൈലക്ഷ്യനമിതം. തേ തവ, അമ്മയുടെ ചരണകമലങ്ങൾ. അങ്ങനെ ആ രണ്ട് പാദങ്ങൾ ചരണകമലേ താടയതി തേ, ഭർത്താരം ചരണകമലേ താടയതി തേ. അപ്പോൾ ലാടത്തിൽ, നെറ്റിത്തടത്തിൽ താടനം ചെയ്യുന്നു. ക്ഷമാപണം ചെയ്ത് കാലു പിടിച്ച് മാപ്പ് പറയുന്ന പോലെ കുനിഞ്ഞിരുന്നപ്പോൾ ആ ദേവിയുടെ കോപം നിമിത്തം ആ പാതാരബിന്ദങ്ങൾ ഭഗവാന്റെ നെറ്റിത്തടത്തിൽ പതിക്കുന്നു. അങ്ങനെ നെറ്റിയിൽ സ്പർശിച്ച ആ സ്പർശന സുഖം ഭഗവാൻ അത് കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യയുടെ ഇതുപോലെയുള്ള പാദസ്പർശം അല്ലെങ്കിൽ നക്ഷതങ്ങൾ അതെല്ലാം ഒരു ആ പാതിവ്രത്യത്തിൻ്റെ ഭംഗമാവുന്നില്ല. സ്വകാര്യ നിമിഷങ്ങളിൽ ചെയ്യുന്ന ഓരോ ശൃംഗാര ചേഷ്ടകളാണത്. അങ്ങനെ ദേവി ആ പാദങ്ങൾ കുടയുമ്പോൾ അറിയാതെ ഭഗവാന്റെ നെറ്റിയിൽ സ്പർശിക്കുന്നു. അപ്പോൾ അവിടെ ഒരാൾ സന്തോഷിക്കുന്നുണ്ട്. ആരാണത്? ചിരാത് അന്തശല്യം ദഹനകൃതമുന്മീലിതവത തുലാകോടിക്വാണേഹി കിലികിരിതം ഈശാനരിപുണ. ഈശാനരിപുണ എന്നൊടുവിൽ പറഞ്ഞത് മഹാദേവന്റെ ശത്രുവായ കാമദേവൻ തന്നെയാണ്. ആ കാമദേവൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? മഹാദേവൻ നേത്രാഗ്നി കൊണ്ട് ദഹിപ്പിച്ച് ഭസ്മമാക്കിയ ആളാണ്. അപ്പോൾ പ്രതികാര ബുദ്ധിയുണ്ട് കാമദേവന്. അപ്പോൾ ചിരാത് അന്തശല്യം, വളരെ കാലമായ പ്രതികാര ബുദ്ധിയുണ്ട്. അന്തശല്യം എന്ന് വെച്ചാൽ, ശല്യം എന്നാൽ മൂർച്ഛയേറിയത് അല്ലെങ്കിൽ മുറിവേറ്റത്, അസ്ത്രം, അതുപോലെ മുള്ള് എന്നതിനെയൊക്കെയാണ് ശല്യം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ദഹിപ്പിച്ചപ്പോൾ, അതാണ് ഇവിടെ പറയുന്നത് ദഹനകൃതം ഉന്മീലിതവത. ദഹനകൃതം, ആ കാമദേവനെ ദഹിപ്പിച്ച ആളായതുകൊണ്ട് അതിപ്പോൾ ഉന്മീലിതവത, ആ പ്രതികാര ബുദ്ധി ഉന്മീലിതമായിരിക്കുന്നു. അതായത് അത് ഉന്മൂലനം ചെയ്തിരിക്കുന്നു. ആ പ്രതികാര ബുദ്ധി ഇപ്പോഴില്ല. കാരണം മഹാദേവൻ കാമപീഡിതനായി ദേവിയുടെ ആ പാദസ്പർശത്തിനായി കുതിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കാമദേവൻ ജയം ആഘോഷിക്കുകയാണ്. ശത്രുതയൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറയാണ്. ദഹനകൃതം ഉന്മീലിതവത, ഇപ്പോൾ ശത്രുതയൊന്നുമില്ല. അപ്പോൾ കാമദേവൻ എന്ത് ചെയ്യുകയാണ്? തുലാകോടിക്വാണേഹി കിലികിരിതം ഈശാനരിപുണ. ഇവിടെ കിലികിലിതം ശബ്ദം ദേവി കാലിൽ കുടയുമ്പോൾ ഉണ്ടാവുന്ന പാദസരത്തിന്റെ കിലുക്കം അല്ല, മറിച്ച് കിലുകിലാരവം കാമദേവന്റെ ചിരിയായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ഇവിടെ ജയത്തിൻ്റെ ആഘോഷമാണ്. വിജയശ്രീലാളിതനാണ് ആയിട്ടാണ് കാമദേവൻ ചിരിക്കുന്നത്. അങ്ങനെ ആ ശയനഗ്രഹത്തിൽ ആ ചെയ്യുന്ന ആ ശൃംഗാര ചേഷ്ടകളിൽ കാമദേവൻ അവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് അർത്ഥമാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ കിലികിലിതം എന്നുള്ള ആ ശബ്ദം, പാദസരത്തിൻ്റെ ശബ്ദം കാമദേവന്റെ ചിരിയായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. ദേവിയുടെ
പാദസ്പർശത്തിന് വേണ്ടി ഭഗവാൻ കാലിൽ ലജ്ജയോടെ വീഴുന്നു. അപ്പോൾ ആ മഹാദേവന് പോലും പ്രലോഭനമുണ്ടാക്കുന്നതാണ് ദേവിയുടെ പാതാരവിന്ദങ്ങൾ. ആ കാലിൽ നെറ്റിയിൽ വീഴുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. നമുക്കും ആ പാദദീക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ദേവിയുടെ ആ പാദമഹിമ ഒന്നുകൂടി ഒരു മനോഹരമായ രീതിയിൽ ആചാര്യ ഭഗവത്പാദർ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമഃ. ജപോജൽപശില്പം സകലമഭിമുദ്രാ വിരചനാ ഗതിപ്രാദക്ഷിണ്യക്രമണമശനാദ്യാകുതിവിധി പ്രണാമസംവേശ സുഖമഖിലമാത്മാർപ്പണദൃശാ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. ഹരി ഓം.